നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ നീന്തൽ സമരത്തിനിടയിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം പുഴയിൽ അപകടത്തിൽപ്പെട്ടു. മതിലകത്ത് ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തി. ഭാരതീയ പട്ടികജന സമാജം ജില്ലാ കൺവെൻഷൻ തൃപ്രയാർ SNDP LP സ്കൂളിൽ നടന്നു. വാർത്തകൾ വിശദമായി. അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ നീന്തൽ സമരത്തിനിടയിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം പുഴയിൽ അപകടത്തിൽപ്പെട്ടു. തളർന്നു വീണ സമരക്കാരനെ ആശുപത്രിയിലാക്കി. അഴീക്കോട് ജെട്ടിയിൽ നിന്നും മുനമ്പത്തേക്ക് നീന്തുന്നതിനിടയിലാണ് CPM ലോക്കൽ കമ്മിറ്റി അംഗം അഷറഫ് പൂവത്തിങ്കൽ തളർന്നത്. പുഴ പകുതിയിലധികം നീന്തിയ സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബോട്ടിൽ കയറ്റുന്നതിനിടയിലാണ് അഷറഫ് മുങ്ങിത്താഴ്ന്നത്. ഉടൻ തന്നെ സഹപ്രവർത്തകരും പോലീസും ചേർന്ന് ഇയാളെ കരയിലെത്തിച്ചു. സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് EV രമേശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ നീന്തൽ നടത്തിയത്. ജങ്കാർ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് CPM ജനപ്രതിനിധികൾ അഴീക്കോട് ജെട്ടിയിൽ നടത്തിവരുന്ന റിലേ നിരാഹാര സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടായിരുന്നു നീന്തൽ സമരം. മതിലകത്ത് ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തി. മതിലകം തൃപ്പേക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ആനയൂട്ടിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞത്. ഞായറാഴ്ച രാവിലെ 7 മണിയോടെയാണ് ആനയെ കുളിപ്പിക്കുന്നതിനായി കൊണ്ടുപോകുന്നതിനിടെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് വെച്ച് ആന ഇടഞ്ഞത്. ഈ സമയം ആനപ്പുറത്തുണ്ടായിരുന്നയാൾ ചാടി രക്ഷപ്പെട്ടു. ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുണ്ടായിരുന്ന ഭക്തരെ ക്ഷേത്രത്തിനകത്തേക്ക് മാറ്റി. കോട്ടയം ചാണാടിക്കാട്ട് സൂര്യനാരായണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. തുടർന്ന് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഓടി നടന്ന ആനയെ 3 മണിക്കൂറിന് ശേഷം പാപ്പാന്മാർ വടമെറിഞ്ഞ് തളയ്ക്കുകയായിരുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിനകത്തെ മഹാഗണി മരവും പൈപ്പും ആന നശിപ്പിച്ചിട്ടുണ്ട്. ആനയിടഞ്ഞതിനെ തുടർന്ന് ക്ഷേത്രത്തിലെ ആനയൂട്ട് മുടങ്ങി.
എടുക്കൂല അതൊക്കെ കണ്ടിച്ചടങ്ങി എന്തോ പ്രശ്നം എന്തോ വയ്യായി എന്തോ വയ്യാത്ത ഭാരതീയ പട്ടിക ജനസമാജം ജില്ലാ കൺവെൻഷൻ തൃപ്രയാർ SNDP LP സ്കൂളിൽ നടന്നു. രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി KM ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VP ജയൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് MS വിജയൻ മുഖ്യ പ്രഭാഷണം നടത്തി. KS അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MK അയ്യപ്പൻ, MS സുബ്രഹ്മണ്യൻ മാസ്റ്റർ, ലതാ രവി, KC വേണു, KK മോഹനൻ, MD ചന്ദ്രൻ, KA സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് MN വിജയൻ ഉദ്ഘാടനം ചെയ്തു. MG സുന്ദരൻ, ആനന്ദൻ വടക്കുംതല, AK സന്തോഷ്, ബീന വിജയൻ എന്നിവർ സംസാരിച്ചു. എനിക്കിപ്പോൾ വളരെ വ്യക്തമായി ചോദിക്കുന്ന ഒരു കാര്യം, നമ്മൾ എന്തിനു വേണ്ടി സംഘടിക്കണം, നമ്മൾ സംഘടിക്കേണ്ട കാര്യമുണ്ടെന്ന് ആലോചിക്കേണ്ട ഒരു ഘട്ടം വന്നിരിക്കുന്നു. കാരണം ഇന്ന് നിലവിൽ നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പട്ടികജാതിക്കാരുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു വിങ് ഉണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസില് ഇപ്പോൾ അതില് ദളിത് കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ BJP പട്ടികജാതി മോർച്ച, മുസ്ലിം ലീഗിൽ പോലും ദളിത് ലീഗ്, PC ജോർജിന്റെ പാർട്ടിയില് പട്ടികജാതിക്കാരുടെ അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇന്ന് പട്ടികജാതിക്കാരുടെ സെപ്പറേറ്റ് കമ്മിറ്റികൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല. അപ്പൊ നമ്മളാണെങ്കിൽ നമ്മളോട് സെപ്പറേറ്റ് ആയിട്ട് വേറെ സംഘടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മുടെ അമ്മമാരും നമ്മുടെ സഹോദരിമാരോടും ഇവിടുത്തെ പാർട്ടി ആളുകളും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം തന്നെ ഞങ്ങൾ നേടിത്തരുന്നുണ്ട്, പിന്നെ നിങ്ങൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് സംഘടിക്കണം. ചിന്ത്രാപിന്നി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDF-ന് വൻ വിജയം. LDF-ന് 1771 വോട്ടിന്റെ ഭൂരിപക്ഷം നേടാനായി. നിലവിലെ ബാങ്ക് പ്രസിഡന്റ് MCK ഇബ്രാഹിം കുട്ടി മാസ്റ്റർ അടക്കമുള്ള പാനലിൽ MM ശശീന്ദ്ര ബാബു, TN അജയ്കുമാർ, MK ചന്ദ്രൻ മാരാത്ത്, VK രവീന്ദ്രൻ മാസ്റ്റർ, പറനാട്ട് അജലേഷ്, ഷീന വിശ്വൻ, പാറയിൽ ഹരി, അന്താറത്തറ യൂസഫ്, അജിത രവീന്ദ്രൻ, ലതാ ദിവാകരൻ, സുന്ദരി ഉദയകുമാർ, വത്സൻ ചാരിച്ചട്ടി എന്നിവരാണ് നിലവിലെ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് LDF ചന്ദ്രാപിന്നിയിൽ പ്രകടനം നടത്തി. ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ചന്ദ്രാപിന്നി സെന്ററിൽ സമാപിച്ചു. ഇനിയൊരു ഇടവേള.